എല്ലാവർക്കും നമസ്കാരം. മീനിങ് മീഡിയയുടെ മറ്റൊരു എപ്പിസോഡിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഇന്ന് നമ്മൾ ചർച്ച ചെയ്യുന്നത്, ഇപ്പം നമ്മൾ പ്രോക്രാസ്റ്റിനേഷനാണ് നമ്മൾ ചർച്ച ചെയ്തുകൊണ്ടിരിക്കുന്നത്. അതിൽ ഏറ്റവും നമ്മൾ ചർച്ച ചെയ്തു ലാസ്റ്റ് മിനിറ്റ് പ്രോക്രാസ്റ്റിനേഷൻ. ഇന്ന് നമ്മൾ ചർച്ച ചെയ്യുന്നത് പോസിറ്റീവ് പ്രോക്രാസ്റ്റിനേഷനാണ്. പോസിറ്റീവ് പ്രോക്രാസ്റ്റിനേഷൻ എന്ന് പറഞ്ഞാൽ നമ്മൾ പോസിറ്റീവായിട്ടുള്ള രീതിയിൽ അത് മാറ്റി വെക്കുന്നു. അത്രയും സിമ്പിളാണ്. നമ്മളെല്ലാവരും ചെയ്യുന്ന കാര്യമാണ്. നമ്മൾ മിക്കവാറും ആൾക്കാർ ചെയ്യുന്ന കാര്യമാണ്. നമ്മൾ ഇന്ന് ഒരു ദുശ്ശീലമായിക്കോട്ടെ, നല്ല ശീലമായിക്കോട്ടെ, നമ്മൾ കർക്കിടകം 1 തുടങ്ങാം, ഇല്ലെങ്കിൽ ജനുവരി 1 തുടങ്ങാം, ഇല്ലെങ്കിൽ ജനുവരി 1 ഞാൻ നിർത്തും. അല്ലെ, ഒരുപാട് ആൾക്കാരുണ്ട്. ചില ദുശ്ശീലങ്ങൾ കാര്യങ്ങളൊക്കെ ജനുവരി 1 നിർത്തും. ജിമ്മൊക്കെ പോകുന്ന ആൾക്കാർ, ഇല്ലെങ്കിൽ എക്സസൈസൊക്കെ ചെയ്യാൻ ഉദ്ദേശിക്കുന്നത് ജനുവരി 1 സ്റ്റാർട്ട് ചെയ്യാം, നല്ലൊരു ദിവസം. ഇല്ലെങ്കിൽ ഏതെങ്കിലും ജോലിസിനെ കണ്ടിട്ട് ജോലിസം പറയുന്നൊരു ദിവസം, ആ ദിവസം നമുക്ക് സ്റ്റാർട്ട് ചെയ്യാം. അത് നീട്ടിവെക്കാം. ഇല്ലെങ്കിൽ ഈ പഞ്ഞമാസം, കർക്കിടക മാസം കഴിഞ്ഞിട്ട് നമുക്ക് സ്റ്റാർട്ട് ചെയ്യാം, അല്ലേ? ഇങ്ങനെയൊക്കെ നമ്മൾ ഒരു മാറ്റിവെക്കുന്ന സംഭവമുണ്ട്. സംഗതി പോസിറ്റീവായിട്ട് ഒരു മാറ്റിവെക്കലാണെങ്കിലും, സംഗതി പോസിറ്റീവായിട്ട് തുടങ്ങാൻ ഉദ്ദേശിക്കുന്നെങ്കിലും അത് നമുക്ക് റിസൾട്ട് കിട്ടുന്നില്ല. പിന്നെ അത് വീണ്ടും നമ്മൾ നിർത്തിവെക്കാൻ സാധ്യത. അങ്ങനെ തുടങ്ങിയവരൊക്കെ ഒരു 95% ആൾക്കാരും നമ്മൾ ഈ മാറ്റിവെച്ച സംഗതി പിന്നെ വീണ്ടും മാറ്റും, ഇല്ലെങ്കിൽ തുടങ്ങും, പിന്നെ നിർത്തും. ആ ഒരു ശീലത്തിന് പകരം എപ്പോഴാണോ നമ്മൾ തുടങ്ങാൻ ഉദ്ദേശിച്ചത് ആ തുടങ്ങുന്നത്, ഞാൻ ആദ്യമേ സൂചിപ്പിച്ച പോലെ നമ്മൾ ഇന്ന് തുടങ്ങാൻ, യു ഹാവ് ടു സ്റ്റാർട്ട് ടുഡേ ഇറ്റ്സെൽഫ്. ഇതാണ് നമ്മൾ ബെസ്റ്റായിട്ട് നമുക്ക് നമ്മുടെ ഒരു ഫ്രണ്ട്സിനായാലും സുഹൃത്തുക്കളായാലും അത് ഒരു കൊടുക്കാനുള്ളൊരു ഒരു അഡ്വൈസ് എന്ന് പറഞ്ഞാൽ ഇതാണ്. കാരണം വെച്ചാൽ നമ്മൾക്ക് എപ്പോഴും ഈ 5 സെക്കൻഡ് റൂൾസ് നമ്മൾ എപ്പോഴും നമ്മൾ ജീവിതത്തിൽ ചെയ്യണോ വേണ്ടിയോ എന്ന് ആയിരിക്കില്ല. ചെയ്യാൻ തീരുമാനിച്ച ആ കാര്യം നമ്മൾ 5 സെക്കൻഡ് റൂൾസ്, 5, 4, 3, 2, 1 റൂൾസ്, ആ റൂൾസ് നമ്മൾ സ്റ്റാർട്ട് ചെയ്യാം. അതേ ഉള്ളൊരു മാർഗം. നമ്മൾ എപ്പോഴും പോസിറ്റീവായിട്ട് മാറ്റി വെക്കുന്ന സമയത്ത് അതിൻ്റെ ഇടയിൽ ഒരുപാട് പ്രതിസന്ധികൾ വരാം, ഒരുപാട് പ്രശ്നങ്ങൾ വരാം. നമ്മൾ വീണ്ടും അത് എന്തെങ്കിലും സംഭവിച്ചിട്ട് വീണ്ടും അത് നടക്കാതെ പോയാൽ സാധ്യതകൾ ഒരുപാടാണ്. നമ്മൾ തീരുമാനിച്ചുറപ്പിച്ച കാര്യം അന്നേരം ചെയ്യാമെന്നില്ല, ആ ഒരു സ്വഭാവം നമ്മൾ ജീവിതത്തിൽ ഉണ്ടാക്കിയെടുക്കാൻ സാധിച്ചാൽ നമ്മുടെ ജീവിതത്തിൽ ഒരുപാട് നമുക്ക് ഉയരത്തിലേക്ക് എത്താൻ പറ്റും. ഇത്തരത്തിലുള്ള കാര്യങ്ങൾ നമ്മൾ മനസ്സിലാക്കി നമ്മൾ സുഹൃത്തുക്കൾക്കും നമ്മുടെ കുടുംബത്തിലും നമ്മുടെ കുട്ടികളോടും ഒക്കെ ഇത് പറഞ്ഞു കൊടുത്ത് അവരെ ആ ശീലത്തിലേക്ക് എത്തിക്കുക. ഇപ്പം ഈ യൂട്യൂബ് ചാനൽ കണ്ടതിനെ കൊണ്ട് എല്ലാവരും ഇത് ചെയ്യുന്നതിലൊരു വിശ്വാസമൊന്നും എനിക്കില്ല. യൂട്യൂബ് ചാനൽ തന്നെ പല ആൾക്കാർ കാണുന്നില്ല, നമ്മൾ അറിയുന്ന ആൾക്കാർ കാണുന്നില്ല. പക്ഷേ എങ്കിൽ പോലും ഈ കാര്യങ്ങൾ കിട്ടുന്നത് ജീവിതത്തിൽ ഇന്ന് തന്നെ തുടങ്ങാൻ ശ്രമിക്കുക. ഇതാണ് എനിക്ക് നിങ്ങളോട് പറയാനുള്ള കാര്യം. എല്ലാവർക്കും ഒരു ശുഭദിനം നേരുന്നു.